എങ്ങനെയാണ് ഈ മതം മാറ്റം ഹിന്ദുക്കളുടെ തലയിൽ അടിച്ചു കയറ്റുന്നത് എന്നുള്ളതിന് അനവധി എക്സാമ്പിളുകളിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കറിയോ. പാല, തൊടുപുഴ അങ്ങനെയുള്ള പ്രദേശങ്ങളിലും കോട്ടയം അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് എന്താ അറിയാമോ? സെന്റ് ജോസഫ് പള്ളി ഈരാട്ടുപേട്ടയിലുണ്ടെങ്കിൽ ഈരാട്ടുപേട്ടയിലെ സെന്റ് ജോസഫ് തിരുനക്കര മഹാദേവന്റെ അനിയനാണ്. അതുപോലെ തൊടുപുഴയിലെ സെന്റ് പീറ്റർ ഏറ്റുമാനൂരപ്പന്റെ അനിയനാണ്. മണർകാട് പള്ളിയിലെ സെന്റ് മേരി അവർ മണർകാട് ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുമായിട്ട് സഹോദരിമാരാണ്. എന്താ അല്ലേ വിചിത്രമായിട്ടുള്ളത്? ഏത് ലെവലിലേക്ക് വരെ ഈ കച്ചവടം നടത്താൻ ജലന്ധർ ബിഷപ്പിന്റെ സഹായിയിൽ നിന്ന് 8.7 കോടി മുക്കിയതൊന്നും ഒന്നുമല്ല. അത് ഇന്നത്തെ പത്രത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വാർത്തയേ അല്ല. ഇവിടെ ഹിന്ദുക്കളെ പറ്റിച്ച് മതം മാറ്റി എണ്ണം കൂട്ടാൻ അയ്യപ്പന്റെ കൂടെ കളിച്ച് നടന്നവനാണ് സെന്റ് സെബാസ്റ്റ്യൻ ചേർത്തലയിലെ. ഈ സെന്റ് സെബാസ്റ്റ്യൻ എന്ന പാർട്ടി എന്നാ ഇന്ത്യയിലേക്ക് വന്നത്? അല്ലെങ്കിൽ സെന്റ് ജോസഫ് 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഭാര്യയിൽ ഗർഭം ഉണ്ടാക്കാൻ ദൈവത്തിനെ ഏൽപ്പിച്ച സെന്റ് ജോസഫ് എങ്ങനെയാ സാങ്കല്പിക ദേവതയായ മഹാദേവൻ, ഏറ്റുമാനൂരപ്പന്റെ മഹാദേവന്റെ അല്ലെങ്കിൽ തിരുനക്കര മഹാദേവന്റെ അനിയനായത്? അതുപോലെ ദേവി എന്നുള്ളത് സങ്കല്പാണ്. ആ ദേവിയുടെ അനുജത്തിയോ ചേട്ടത്തിയോ ആണ് സെന്റ് മേരി എന്ന് പറയുമ്പോൾ ഈ അച്ഛന്മാര് ഇത്രയും വെളിവില്ലാത്തവര് ആവുന്നത് മനസ്സിലാക്കാം. മറ്റൊന്നിനും കൊള്ളില്ലാത്തതിനെയാണ് ചിലപ്പോൾ അച്ഛന്മാരൊക്കെ ആക്കി വിടുന്നത്. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് തലയ്ക്കകത്തൊന്നുമില്ലേ? ഹിന്ദുക്കൾക്ക് തലയ്ക്കകത്തൊന്നുമില്ലേ? ഈ പച്ച വെളിച്ചത്തിൽ പറ്റിച്ച് ഓരോ പള്ളിയെയും ഹിന്ദു ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവനവന്റെ പുസ്തകത്തിലും അവനവന്റെ വിശ്വാസത്തിലും ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാതെ വരുമ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തി കയ്യിലൊരു വൈക്കോൽ തുരുമ്പ് കിട്ടിയാലും അത് പിടിക്കും എന്ന് പറയുന്ന മാതിരി ലോകത്തിലെ എല്ലായിടത്തു നിന്നും ഒരു തരത്തിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്ത കുറെ കെട്ടുകഥകളുമായിട്ട് കുറെ പുണ്യവാളന്മാരെ ജീവിച്ചിരിക്കുമ്പോൾ ഈ പുണ്യവാളന്മാരൊക്കെ മനുഷ്യരായതുകൊണ്ട് അവരൊക്കെ പാപികളാണ്. മനുഷ്യർ പാപിയാണ്. ജീവിച്ചിരിക്കുന്ന പോപ്പും പാപിയാണ്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പാപിയായിരുന്ന മനുഷ്യൻ ആ മനുഷ്യനെ ജീവിച്ചിരിക്കുന്ന പാപിയായ പോപ്പ് പുണ്യവാളനായിട്ട് ഡിക്ലെയർ ചെയ്യുക. മരിക്കുന്നത് വരെ അയാൾ പാപിയാണ്. കാരണം മനുഷ്യനായ സ്ഥിതിക്ക് മനുഷ്യ നീ പാപിയാകുന്നു. അത് തന്നെയാണ്. അങ്ങനെ ഒരു പാപിയെ മറ്റൊരു പാപി പുണ്യവാളനായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അയാൾ ചെയ്തു കൂട്ടിയതൊക്കെ കൂടി കേട്ടാൽ നമ്മുടെ വാലന്റൈനും സെന്റ് ജോർജും ഇവരൊക്കെ ചെയ്തു കൂട്ടിയതൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സെന്റ് സെബാസ്റ്റ്യൻ നാട്ടുകാർ അമ്പെയ്ത് കൊന്നത് അവിടെ പോയിട്ട് ഓരോ കോപ്രായത്തരം കാണിച്ചിട്ട് സെന്റ് ഫ്രാൻസിസ് സേവിയറൊക്കെ കാട്ടിക്കൂട്ടിയതൊക്കെ കൂടി ഒന്ന് ചിന്തിച്ചാൽ ഇവരെയൊക്കെ സെയിന്റ് ആക്കിയത് എത്ര ഭ്രാന്തമായിട്ടുള്ള ചിന്തയാണെന്ന് മനസ്സിലാവും. അപ്പൊ അവരെയൊക്കെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഭാരതത്തിലെ ജനത നല്ല വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ളവരുമാകുന്നത് കൊണ്ട് ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഹിന്ദു സംസ്കാരം ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് അതിൽ കയറി പിടിച്ച് സാധാരണ കണ്ടിട്ടില്ലേ, കടലിൽ പോകുമ്പോൾ മുക്കുവന്മാരുടെ ബോട്ട് മുങ്ങാൻ പോവുകയാണെങ്കിൽ ആ ബോട്ട് പിടിച്ച് വലിയൊരു കപ്പലിൽ കെട്ടിയിട്ടാ തിരിച്ചു കൊണ്ടുവരിക. ഓഖി കൊടുങ്കാറ്റുണ്ടായപ്പോൾ പല പല ബോട്ടുകളും കടലിൽ ചിന്നിച്ചിതറിയപ്പോൾ വലിയ ഒരു കപ്പലിൽ ഇതിനെയൊക്കെ പിടിച്ച് കെട്ടിയിട്ടാണ് കരയ്ക്ക് കൊണ്ടുവന്നത്. അതുപോലെയാണ് ക്രൈസ്തവ പുണ്യവാളന്മാരും ക്രൈസ്തവ ഗ്രന്ഥങ്ങളും ക്രൈസ്തവ ചിന്താധാരകളും ഒക്കെ മനുഷ്യ മനസ്സിൽ ഇടം പിടിക്കാത്ത ലെവലിലെത്തി വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ അപ്പൊ അതിനെ പിടിച്ചു നിർത്താൻ ഹിന്ദു ധർമ്മത്തിലെ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ദേവതാ സങ്കല്പങ്ങളും ഒക്കെ ആയിട്ട് കൂട്ടിക്കെട്ടി എങ്ങനെയെങ്കിലൊക്കെ ആളുടെ എണ്ണം കൂട്ടുകയും പള്ളിയുടെ വിസ്തൃതി കൂട്ടുകയും കുറേ അധികം കോടികൾ ഉണ്ടാക്കുകയും അതും ബിഷപ്പും കർദിനാൾ തന്നെ നേതൃത്വം നൽകുകയും അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി എല്ലാവിധ ലൈംഗിക വിക്രിയകൾ നടത്തി സന്തോഷിക്കുകയും ഇതൊക്കെ കർത്താവിൻ്റെയും യഹോവയുടെയും പേരിൽ നടത്തുമ്പോഴത്തേക്കും അവഹേളിക്കപ്പെടുന്നത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ദേവതാ സങ്കല്പമാണ്,
ഹിന്ദുക്കളുടെ വേദങ്ങളാണ്, ഹിന്ദുക്കളുടെ ഭഗവത്ഗീതയാണ്. ഈ ഭഗവത്ഗീതയിലെ ഓരോ വാക്കുകൾ മാറ്റി അതിൽ ക്രിസ്തുവിന്റെ പേര് കൊടുത്തിട്ട് എന്നിട്ട് പള്ളികളിൽ ആലപിക്കുമ്പോൾ ഭാരതവൽക്കരണമല്ല നടക്കുന്നത്, ലോകം ചവറ്റുകൊട്ടയിലിട്ട ഒരു മതത്തിന്റെ ഭാരതവൽക്കരണമല്ല, ഈ ധന്യമായ ഭാരതീയ ചിന്താധാരകളുടെ ക്രൈസ്തവവൽക്കരണമാണ് നടക്കുന്നതെന്ന് കൂടി ഹിന്ദുക്കൾ അറിയണം. ക്രിസ്ത്യാനികൾക്ക് ഇതറിയാം. എല്ലാം അടിച്ചു മാറ്റുന്ന കൂട്ടത്തിൽ പലതും അടിച്ചു മാറ്റുമ്പോൾ ഇത് ക്രൈസ്തവവൽക്കരണമാണ് ഭാരതീയ ചിന്താധാരകളിൽ. ഞങ്ങളുടെ കയ്യിൽ 1 രൂപയുണ്ട്, നിന്റെ കയ്യിൽ 10,000 രൂപയുണ്ട്. ആ 10,000 രൂപ കളഞ്ഞ് 1 രൂപയുള്ള ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നാൽ, ചത്തു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് അന്ത്യവിധി നാളിൽ അവനവനെ പോലും രക്ഷിക്കാൻ പറ്റാത്ത യേശുക്രിസ്തു നിന്നെ രക്ഷിക്കാനായിട്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് മതം മാറ്റി അങ്ങോട്ട് പോകുമ്പോൾ ഹിന്ദുക്കൾ അറിയണം, നിങ്ങളെ പറ്റിക്കാനും വെട്ടിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും 2000 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കേരളത്തിലും ഭാരതത്തിലും നടക്കുന്നതെന്ന് കൂടി അറിയണം നിങ്ങളെല്ലാം. ഈരാട്ടുപേട്ടയിലെ സെന്റ് ജോസഫും തൊടുപുഴയിലെ സെന്റ് പീറ്ററും ഒക്കെ തിരുനക്കര മഹാദേവന്റെ അനിയനാണ്. ഏതായാലും മഹാദേവന്റെ അച്ഛനാണെന്ന് പറഞ്ഞില്ല, അത് വലിയ ഭാഗ്യമായി. അതുപോലെ തന്നെ മണ്ണാർക്കാടിലെ ദേവി, മണ്ണാർക്കാടിലെ സെന്റ് മേരിയുടെ അമ്മയാണെന്ന് പറഞ്ഞില്ല, വലിയ ഭാഗ്യമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഇരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ സംഭവിച്ച പാർട്ടിയാണ്. ഇവരുമായിട്ട് ചേർക്കുമ്പോൾ കുഴപ്പമുള്ളതൊക്കെ ഇല്ലാതെയാക്കാനും കുറേ നല്ലതിൻ്റെ അംശം ബാക്കിയുള്ളതിൽ നിന്ന് അടിച്ചു മാറ്റാനും ഒക്കെ ശ്രമിക്കുന്ന ക്രിസ്ത്യാനികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ബൈബിൾ വെച്ചുകൊണ്ട് ജീവിച്ചാൽ പോരെ, ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞ് ജീവിച്ചാൽ പോരെ. എന്തിനാ മറ്റു മതത്തിലുള്ള എച്ചിലയിൽ നിന്നോ നല്ല ഇലയിൽ നിന്നോ ഊണ് കഴിക്കുന്നതിന് മുമ്പ് വിളമ്പിയിരിക്കുന്നതിൽ നിന്നോ ഒക്കെ എടുത്തിട്ട് അവനവന്റെ ഇലയ്ക്കകത്ത് കുറെ സമ്പുഷ്ടി ഉണ്ടാക്കണം? അല്ലെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നാൽ പോരെ. നിങ്ങളുടെ കൂട്ടത്തിൽ അച്ഛന്മാരും ബിഷപ്പുമാരും കർദിനാൾമാരും കന്യാസ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളും എല്ലാം കൂടി ഒന്ന് കാണുമ്പോൾ എന്തിനാ ഈ പ്രാകൃതമായതിൽ ഇസ്രായേലിലെ മരുഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി എഴുതിയതൊക്കെ ഇത്രയും ധന്യമായ ഒരു രാഷ്ട്രത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ഇതിനെ കൂടി മലിനമാക്കണം എന്തിനാണെന്ന് കൂടി ഒന്ന് ചിന്തിക്കണം ക്രിസ്ത്യാനികൾ. ഹിന്ദുക്കൾ ചിന്തിക്കണം, ഇതൊക്കെ നമ്മുടെ ഇതിനെ ഇല്ലാതെയാക്കാൻ ലോകത്തിൽ എല്ലായിടത്തും അവർ ചെയ്തത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് എന്ന് കൂടി അറിയണം.